വിദഗ്ധനായ ഒരു സംഗീതജ്ഞന് മാത്രം സാധിക്കുന്ന കാര്യമാണ് പാട്ട് പാടുന്നതിനൊപ്പം താളമേളവും കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കൊട്ടും പാട്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം സോപാന സംഗീതം എന്ന ശാഖയ്ക്ക് നവീന രൂപം നൽകിയ പ്രശസ്ത കലാകാരൻ ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം. നമസ്തേ. കണ്ടതിൽ വളരെ സന്തോഷം. ഈ ഒരു അവസരത്തിന് നന്ദി. ആദ്യമായിട്ടല്ലല്ലോ ബഹ്റൈനിൽ വരുന്നത്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, സോപാന സംഗീതം അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. എൻ്റെ ചെറിയ അറിവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്രങ്ങളിൽ കേൾക്കുന്ന ഒരു പാട്ട് സോപാന സംഗീതം. ഇതിന് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ സ്റ്റൈലാണോ അതോ വ്യത്യസ്തമാണോ? കാരണം എവിടെയോ വായിച്ചൊരു ഓർമ്മ അമ്പലപ്പുഴയ്ക്കൊരു ശൈലിയുണ്ട് എന്ന്. അപ്പോൾ അതിന് താങ്കളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കേരളത്തിൻ്റെ തനത് സംഗീത കലാരൂപം, ഒരു കേരളത്തിന് അവകാശപ്പെടാവുന്ന ഒരു രൂപമാണ് സോപാന സംഗീതം. കൊട്ടിപ്പാടി സേവ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് തന്നെ. കൊട്ടിക്കൊണ്ട് പാടി ഒരു ദേവനെ സേവിക്കുക. ക്ഷേത്ര ആചാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഗീതത്തെ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഭാഷയുടെ സംസ്കാരം, വേഷത്തിൻ്റെ സംസ്കാരം, രുചിയുടെ സംസ്കാരം എന്ന് പറഞ്ഞ പോലെ ഈ സംഗീതത്തിനും ഓരോ ദേശത്തിൻ്റെ അനുസരിച്ച് മാറ്റങ്ങളുണ്ട്. തെക്കൻ സമ്പ്രദായം, മധ്യ തിരുവിതാംകൂർ സമ്പ്രദായം, വള്ളുവനാടനും ഗുരുവായൂർ, മലബാർ, അങ്ങനെയുള്ള ആ വടക്കേ ഭാഗങ്ങളെല്ലാം കൂടെ ചെയ്തൊരു വടക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞതുപോലെ ഈ സംഗീതത്തിന് ആ ഒരു വ്യത്യാസങ്ങളുണ്ട്. അത് സോപാന സംഗീതത്തിന് മാത്രമല്ല, ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള മേള സംസ്കാരത്തിനുണ്ട്. ഓരോ മേളങ്ങൾക്കുണ്ട്. പഞ്ചാരി മേളവും പഞ്ചവാദ്യവും ഒക്കെ ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ അടിയന്തരവുമായിട്ട് ബന്ധപ്പെട്ട് ചിട്ട ചെയ്തു വെച്ചിട്ടുള്ള ഇതുപോലുള്ള അനുഷ്ഠാന സംഗീതങ്ങൾക്കും വാദ്യപ്രയോഗങ്ങൾക്കും തീർച്ചയായും. ഈ അമ്പലപ്പുഴ, അവിടെ എന്താണ് പ്രത്യേകത? അമ്പലപ്പുഴയിലെ സോപാന സംഗീതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അമ്പലപ്പുഴ മധ്യ തിരുവിതാംകൂർ ശൈലിയാണ്. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സോപാന സംഗീതത്തിൽ കേരളീയ രാഗപദ്ധതി മുഴുവനായി ആലപിക്കുന്നൊരു സമ്പ്രദായം. അതാണ് ഈ രാമമംഗലം, അതുപോലെ തന്നെ വൈക്കം ക്ഷേത്രകലാപീഠം, ഞങ്ങളുടെ അമ്പലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ പാടി വരുന്ന സമ്പ്രദായം. 72 മേളകർത്ത രാഗങ്ങളിൽ പെടാത്ത 11 നിദാന രാഗങ്ങൾ സ്വന്തമായിട്ട് സോപാന സംഗീതത്തിനുണ്ട്. അതിന്നും സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാറസ്തമിക്കുന്ന ഓരോ യാമങ്ങൾക്കനുസരിച്ച് പൂജകളെ ചിട്ട ചെയ്ത പൂജകൾക്ക് യാമങ്ങൾക്കും അനുസരിച്ച് പാടേണ്ട ഒരു സമ്പ്രദായം അതിന്നും പാലിക്കുന്നത് അമ്പലപ്പുഴയിലും ഈ രാമമംഗലം വരെയുള്ള ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതാണ് മറ്റുള്ള സംഗീതത്തിൽ നിന്നൊരു പ്രത്യേകത ഈ ഭാഗങ്ങളിലേക്ക് വേറിട്ട് നിൽക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഈ സോപാന സംഗീതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തതാണല്ലോ ഇടയ്ക്ക. ഇടയ്ക്ക എന്ന് പറയുന്നത് ഞാൻ നോക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ്, കാണാനും കേൾക്കാനും അല്ലേ. അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സോപാന സംഗീതത്തിനൊരു ഡെപ്ത് കൊടുക്കുന്നത്. ഇമോഷണലായിട്ടും ഒരു മ്യൂസിക്കലായിട്ടും ഒക്കെയുള്ള ഒരു ഡെപ്ത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് റെൻഡിഷൻ ചെയ്യുമ്പോൾ എന്താണ് താങ്കൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷൻ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു വാദ്യം അതിൻ്റെ ശബ്ദം കൊണ്ട് ഒരു ദേവൻ്റെ ചൈതന്യം ഉയർത്തുന്നുണ്ടെങ്കിൽ ആ വാദ്യമാണ് ഇടയ്ക്ക. ചെണ്ടയുണ്ട്. ഇപ്പോൾ ശംഖ, ചെങ്കില, മരം, തിമില, ഇലത്താളം, കുഴിതാളം, ഡമ്പറ്റ്, കടും തുടി, കെട്ടുതുടി, കരടിക, പറകൊമ്പ്, കുഴൽ, മദ്ദളം, ക്ഷേത്രവാദ്യങ്ങളാണ്. ക്ഷേത്രവാദ്യങ്ങളിലെല്ലാം പ്രണവധ്വനിയാണ്. മന്ത്രധ്വനിക്ക് തുല്യമായൊരു ശബ്ദം ഇടയ്ക്കയിലുണ്ട്. അതിങ്ങനെ പ്രണവം എങ്ങനെ ഉച്ചരിക്കുന്നു അതിൻ്റെ ശബ്ദം അങ്ങനെയാണ്. അതിൽ നിന്ന് പ്രസരിക്കുന്ന ആ ശബ്ദം ദേവൻ്റെ പാദത്തിലേക്ക് വാദ്യമിതം സമർപ്പയാമി, അങ്ങനൊരു വാദ്യമുണ്ടെങ്കിൽ അത് ഇടയ്ക്ക. വാദ്യലോകത്ത് താഴത്ത് വയ്ക്കാത്ത ഒരേ ഒരു വാദ്യം ഇടയ്ക്ക് തന്നെയാണ്. ഡക്കയിൽ നിന്ന് ഉത്ഭവിച്ച ഇടയ്ക്ക. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇടയ്ക്ക താഴത്ത് വെച്ച് കാണാൻ പറ്റില്ല, തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് തന്നെ ഒരു കുളത്തിൽ
ഡെക്കയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ഒരു വാദ്യം തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ശാസ്ത്രം. 6 ദ്വാരങ്ങൾ കൂടി ഇടയ്ക്ക് കോർത്തിരുത്തിയിരിക്കുന്നു. ആ ചരട് കോർത്തിരിക്കുന്ന 6 ദ്വാരങ്ങൾ കൂടിയാണ് 6 ശാസ്ത്രങ്ങൾ. 2 വട്ടവും നടുക്ക് കുറ്റി ചേരുമ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പം. ഇടയ്ക്കയിൽ ഇപ്പോൾ പറഞ്ഞു ബ്യൂട്ടിഫുള്ളാണ് എന്ന് പറഞ്ഞു. അതിനെ മനോഹരമാക്കുന്നത് തന്നെ ആ പൊടുപ്പുകളാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഷോയ്ക്ക് വേണ്ടി പൊടുപ്പും തൊങ്ങലും എന്ന് പറയത്തില്ല എനിക്ക്. അതിൻ്റെ ആ പൊടുപ്പുകൾ 64 എണ്ണമാണ്. 64 കലകളെ സൂചിപ്പിക്കുന്നു. അത് കെട്ടിയിട്ടുള്ളത് 4 കോലുകളാണ്, ജീവക്കോലുകൾ. ഇടയ്ക്കയുടെ ജീവനെ താങ്ങി നിർത്തുന്ന കോലായതുകൊണ്ടാണ് ജീവക്കോൽ എന്നതിന് പേര് വന്നത്. കാര്യം വളരെ നൈസാണ് അതിൻ്റെ വട്ടം എന്ന് പറയുന്നത്. ഉള്ളിത്തൊലിയുടെ ഘനം എന്നാണ് പറയുക. പശുവിൻ്റെ ആമാശയത്തിൻ്റെ അതിൻ്റെ തൊലി ഉരിഞ്ഞെടുത്താണ് ഉള്ളൂരി. ആമാശയം ഉരി എടുത്തിട്ടുള്ളതാണ് ഉള്ളൂരി എന്ന് പറയുന്നത്. അതിലാണ് ഇത് മാടി ഈ ശബ്ദത്തെ, ജീവന് തുല്യമാകുന്ന ശബ്ദം പ്രവഹിക്കുന്നത് കൊണ്ടാണ്, ജീവനുണ്ടെങ്കിലേ ശബ്ദത്തെ പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. അത് ജീവൻ്റെ ആധാരം പ്രണവമാണ്. ഓം എന്നുള്ള ശബ്ദങ്ങൾ എല്ലാ വാദ്യങ്ങളും ക്ഷേത്രവാദ്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് ചത്ത പശുക്കളുടെ തോലാണെങ്കിൽ പോലും ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ വാദ്യങ്ങൾക്ക് പ്രവേശനം വന്നു. കാര്യം ജീവനുണ്ടെങ്കിലുള്ള ശബ്ദമാണത് പുറപ്പെടുവിക്കുന്നത്. ചെണ്ടയിലും തിമിലയിലും മദ്ദളത്തിലും മരത്തിലും അതുപോലെ തന്നെ ഇടയ്ക്കയിലും ഇതൊക്കെ തോൽവാദ്യങ്ങളാണ്. പക്ഷേ അതിൽ നിന്ന് ഉയർന്നു വരുന്ന നാദബ്രഹ്മം അത് ഓങ്കാരമാണ്. അതാണ് ജീവൻ തുടിക്കുന്ന വാദ്യങ്ങൾ ക്ഷേത്രവാദ്യങ്ങളായ ക്ഷേത്രത്തിനുള്ളിലും, എന്നാൽ മറ്റുള്ള വാദ്യങ്ങളെല്ലാം പുറത്തും ഉപയോഗിക്കപ്പെടുന്നു. വളരെ മനോഹരമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഫീലിങ്ങും ഇമോഷനും ഒക്കെ എനിക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പാടുമ്പോൾ എങ്ങനെയാണ് ഈ ഇമോഷൻ, അതൊന്ന് പാടിക്കൂടെ കേൾപ്പിച്ചാൽ സന്തോഷമായി. തീർച്ചയായും. ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു സംഗീതത്തിൻ്റെ ആസ്വാദനം, ഇതിൻ്റെ ഏകരസം, സോപാന സംഗീതത്തിൻ്റെ ഏകരസം ഭക്തിയാണ്. ഒരു പൂജയിൽ കലിയുഗത്തിൽ ഈശ്വരനെ ഏറ്റവും അടുത്തറിയാൻ വേണ്ടിയ ക്ഷേത്രം. കാര്യം പൂർവ്വസൂരികൾ പറഞ്ഞത് മണ്ണിലും വിണ്ണിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു. പക്ഷേ കലിയുഗത്തിലെ മനുഷ്യർക്ക് ഈ പറയുന്ന വസ്തുക്കൾ ഈശ്വരനെ ദർശിക്കുവാനോ ആത്മീയമാകുന്ന ശക്തിയെ ആർജിക്കുവാനോ സാധ്യമല്ല. അവരുടെ മനസ്സ് പാകമല്ല. അവിടെയാണ് സർവ്വശാസ്ത്രങ്ങളെയും ചൈതന്യ ശാസ്ത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ക്ഷേത്ര രൂപത്തെ നൽകിക്കൊണ്ട് ഒരു വിഗ്രഹത്തെ നമുക്ക് ആരാധിക്കാൻ പ്രാപ്തമാക്കിക്കൊണ്ട് പ്രകൃതിയിലുള്ള ഈ ശക്തിയെ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ച് ആരാധനയായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് പ്രസരിക്കുന്ന എനർജിയാണ് ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കണ്ണനും തിരുമാന്താംകുന്നിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും ഒക്കെ ആരാണ് എന്താണെന്നറിയാൻ നമുക്ക് അതിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇതൊരു തൂണിലേക്ക് നോക്കിയാൽ പറ്റില്ല. അപ്പം അവിടെ ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം വരുവാൻ വേണ്ടിയിട്ടാണ് ഈ സോപാന സംഗീതം പൂജയിലെ വാദ്യഗീത സേവയായിട്ട് നടത്തപ്പെടുന്നത്. കലകളിൽ കൂടി ദേവനെ പൂജ കഴിക്കണം. അപ്പോൾ അവിടെ വേണ്ടത് ഭക്തിയാണ്. അപ്പോൾ ഈ സോപാന സംഗീതം നമ്മൾ കേൾക്കുന്നത് ഒരു പൂജ ആരംഭിച്ച് നടയടയ്ക്കുമ്പോഴാണ്, അല്ലേ? വേദ്യം കഴിഞ്ഞ് നടയടയ്ക്കുമ്പോഴാണ്. നടയടയ്ക്കുമ്പോൾ ആ വിഗ്രഹ ദർശനം സാധ്യമല്ല. ആ നിൽക്കുന്ന ഭക്തജനങ്ങളൊക്കെ ഈശ്വരനെ ദർശിക്കാൻ അവരുടെ മനസ്സ് ചഞ്ചലമാണ്. ഇങ്ങനെ കലിയുഗത്തിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതിനെ ഭക്തിയുടെ തലത്തിലേക്ക് ഈശ്വരനിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗസംഗീതമാണ് സോപാന സംഗീതം. അപ്പം ഈ പാടുന്ന ഗായകൻ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യാമരാഗങ്ങളെ പാടിക്കൊണ്ട് അവിടെ ദേവനെ സേവിക്കുക. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മളറിയാതെ നമ്മൾ അവിടെ സമർപ്പിക്കുന്ന ഈശ്വരനിലേക്കാണ്. ഭക്തന്മാർക്കാണെങ്കിൽ പോലും ഈശ്വരനെ അമ്പലവഴക്ക സമ്പ്രദായവും അരങ്ങുവഴക്കവും ഉണ്ട്. അരങ്ങിൽ അത് ഭക്തന്മാർക്കാണ്. പക്ഷേ അമ്പലത്തിൽ ആചാര പ്രാധാന്യമാണ്. ദേവനിലേക്കുള്ള നേരിട്ടുള്ള സമർപ്പണമാണ്. തന്ത്രി മേശാന്തി പൂജ കഴിക്കുമ്പോൾ നൃത്തമിതം വാദ്യമിതം ഗീതമിതം അർഘ്യങ്ങളാണ്. അതിൽ മുദ്രാങ്കിതമായിട്ടുള്ള അർച്ചനകളാണ് നൃത്തം. നൃത്തത്തിൽ മുദ്രയാണല്ലോ. വാദ്യം ഇടയ്ക്ക, ഗീതം പാട്ട്. അപ്പോൾ ഈ 3 കലകളുടെ സമ്മേളനത്തിലാണ് ഈ സംഗീതം ആവശ്യമായി വരുന്നത്. അപ്പം നമ്മൾ എത്ര ഭക്തി അതിന് കൊടുക്കാൻ പറ്റുമോ അത് ഈ സംഗീതത്തിൽ ശ്രവിക്കാൻ സാധിക്കും. 2 വരി. കൊടിയും കൂടത്തഴയും നല്ല
ചമരീകളും വിലസി ഗുണമുള്ളോരു കുഴലും വിളി ശരയാലുടെ മുകളിൽ കടുമഞ്ഞലിൽ പിഴിഞ്ഞിട്ടുള്ളോ ഉടയാടയോ മരയിൽ കരിക്കാർ മൂകിൽ മരതേടിയ തിരുമേതാതോഴും. ഇതൊരു ത്യാണി. പന്തിരടി സമയം സൂര്യൻ ഉദിച്ച് ആ നിഴലിന് ഒരടി നീളമുള്ളൊരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിൻ്റെ നീളത്തിന് 12 അടി നീളമുണ്ടാവും. പന്തിരടി സമയം. ആ സമയത്താണ് ഈ നളർത്ത എന്നൊരു രാഗം ക്ഷേത്രത്തിൻ്റെ ആചാരവുമായിട്ട് പാടേണ്ടത്. ഇതാണ് സോപാന സംഗീതത്തിൻ്റെ പ്രത്യേകത. ഓരോ യാമങ്ങൾക്കനുസരിച്ചാണ് പാടുന്നത്. ഇനി കീർത്തനം. പഴയ കീർത്തനമാണിത്. വസുദേവാത്മജാ വൈകുണ്ഠ പന്നഗശായി പരിപാലിച്ചരുളേണമേ വൈകുണ്ഠശായി പരിപാലിച്ചരുളേണമേ. കരുണാസാഗര കീർത്തെ മുഴുകിടണമെന്നുള്ള മരണപീഡകളകലുവാൻ ഒരു കരുണ വേണമെനിക്കു മാധവ. എത്ര ഞാൻ ജനിച്ചുവെന്നും ഇനി ജന്മം എത്ര വേണമെന്നുള്ളതും ഇങ്ങനെ ശുദ്ധ മലയാളത്തിൽ ഒരുപാട് പദങ്ങളുണ്ട്. ഇതെല്ലാം ഭക്തന്മാരെ ഭക്തിയിലോടുകൂടി ആ പൂജയിൽ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗസംഗീതം. സാരൂപ്യം ധരിച്ചും കൊണ്ട് വൈകുണ്ഠലോകേ ചേർക്കേണമെന്നേ നാദ. കീർത്തനാദികളായ നാമങ്ങൾ സദാകാലം ഭക്തിയോടെ ജപിച്ചു കൊള്ളുവതിനെപ്പോഴും കൃപ വേണമേ തവ. ഇങ്ങനെ ശുദ്ധ മലയാളത്തിലുള്ള കുറേ സമ്പ്രദായ കൃതികൾ സോപാന സംഗീതത്തിലുണ്ട്. ഇത് ഭക്തന്മാർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനെ കലിയുഗത്തിൽ ഭക്തിയോടുകൂടി ഈശ്വരനിലേക്ക് എത്തി ഉള്ളൊരു മാർഗസംഗീതമായിട്ട് സോപാന സംഗീതം വർത്തിക്കുന്നു. മാറ്റങ്ങളുടെ സമയമാണല്ലോ. എല്ലാ മേഖലകളിലും നമ്മൾ മാറ്റങ്ങൾ കണ്ടുവരുന്നു. സോപാന സംഗീതവും ഡിഫറെൻ്റ് അല്ല. അപ്പോൾ ആ മാറ്റങ്ങളോട് ചേർന്ന് നിന്ന് ആ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ചും ക്ലാസിക്കൽ ട്രെൻഡൊക്കെ കൊണ്ടുവരുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ ചേഞ്ചസ്, ഈ ഒരു തനത് കലാരൂപത്തിൽ ചേഞ്ച് എങ്ങനെയാണ് അക്സെപ്റ്റബിൾ ആണോ മോഡേൺ വേൾഡിൽ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. കാര്യം ഒരു കലയാണെങ്കിലും മറ്റുള്ള ഏതൊരു മേഖലയാണെങ്കിലും പലത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. എന്നാൽ അതിൻ്റെ പോകാതെ അത് കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ തീർച്ചയായിട്ടും. പക്ഷേ ഇന്ന് യുഗം സ്പീഡ് യുഗമാണ്.
അത് മനുഷ്യന് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് ആസ്വാദന ലെവലിനൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ 38 വർഷത്തോളമായി ഈ സംഗീത രംഗത്ത് ഞാൻ പഠിച്ചു വെച്ച കാലം മുതലൊക്കെ. അപ്പം ആദ്യകാലങ്ങളിലൊക്കെ വളരെ വിളംബകാലത്തിൽ സ്ഫുടത, അന്ന് എൻ്റെ അച്ഛനൊക്കെ വളരെ ചിട്ടയായിട്ട്, അതായത് ആശാന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് മുഴുവനും മനസ്സിലാക്കണം എന്നുള്ള രീതി കൊണ്ടുവന്ന് എൻ്റെ അച്ഛനൊക്കെ അതിന് വളരെ പ്രാധാന്യമാണ്. കാര്യം എൻ്റെ അച്ഛനിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കി പഠിച്ച. അച്ഛനാണ് എൻ്റെ ഗുരു. അപ്പം പക്ഷേ അച്ഛൻ വിളംബകാലത്തിലേ പാടുള്ളൂ, സ്പീഡിൽ പോകത്തില്ല. അപ്പോൾ ആ വിളംബകാലം എന്ന് പറയുന്നത് ഗളതല്ലേ വിലസീനത്താലികൾ മാലകൾ, ഇങ്ങനെയാണ് വളരെ സ്ലോ പേസിൽ അത് ആവർത്തിക്കും. ഇത് കൂടെ നിന്ന ആൾ ആവർത്തിക്കുന്നു, അച്ഛൻ വീണ്ടും പാടുന്നു, ആവർത്തനം കൂടെ പാടുന്ന 4 പ്രാവശ്യം ഒരു വരി ആവർത്തിക്കും. ഇത് പൂജ തീരുന്നിടം വരെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കേട്ടിങ്ങനെ നിൽക്കുക മാത്രമേ അത് പറ്റുള്ളൂ. ആസ്വാദനമില്ല, സംഗീതത്തിൽ ആസ്വാദനം ഉണ്ടാവില്ല. പക്ഷെ അത് കാലത്തിനനുസരിച്ച് നമ്മൾ കുറേ മാറ്റങ്ങൾ വരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അതിന് കുറച്ച് സ്പീഡ് കൊടുത്തുകൊണ്ട്. രാഗം മാറ്റിയിട്ടില്ല. പുറനീര് എന്നൊരു പഴയ രാഗമാണ്. ഗളതലേ വിലസീനത്താലികൾ മാലകൾ അളവേ കാൺമതിൻ അരുളുക ദേവി, ഇങ്ങനൊരു കാര്യത്തിലേക്ക് വന്നു. കാരണം അന്ന് പൂജയ്ക്ക് പാടുമ്പോൾ നടയടച്ചിരുന്നത് 1.5 മണിക്കൂർ സമയം. ഇന്ന് 20 മിനിറ്റ് മാക്സിമം ഉള്ളൂ ഏതൊരു പൂജ. അപ്പം ആ പൂജ എത്തിക്കാൻ വേണ്ടി അവർ കാലത്തെ പതിച്ചിട്ടിരുന്നു. കീർത്തനം മറ്റുള്ളത് പുതിയ പാടാൻ പറ്റില്ല, കീർത്തനം വളരെ കുറവും. അപ്പം ആ വിളംബം ആവർത്തിച്ചുള്ള ഒരു സമ്പ്രദായത്തെ അവർ പരിപാലിച്ചു കൊണ്ടുവന്നിരുന്നു. അത് അന്നത്തെ ആസ്വാദനം, അന്നത്തെ ജനങ്ങളിൽ അത് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ഇന്നതല്ല, കൂടുതൽ ആൾക്കാർക്ക് ജനകീയമാകുന്നു. ഇപ്പം കേശാദിവാദം പാടുന്നു, ഗുരുവായൂരപ്പൻ്റെ കേശാദിവാദം പാടുമ്പോൾ ഇരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാവരും കൂടെ ഇരുത്തിക്കൊണ്ട് ഹരേ രാമ ചൊല്ലിച്ചുകൊണ്ട്. മറ്റത് ജനങ്ങളെ ഇതിനകത്ത് പങ്കെടുത്തിരുന്നില്ല. പക്ഷെ ഇന്ന് സോപാന സംഗീതം പാടുമ്പോൾ ജനങ്ങളത് ഏറ്റുപാടുകയാണ്. അപ്പം അതിലേക്ക് ജനങ്ങൾ ഏറ്റുപാടുമ്പോഴത്തേക്ക് ഭക്തി കൂടുതൽ നാമത്തിലുടനീളം ഉയരുകയാണ്, ഭക്തിയുടെ ലെവൽ ഉയരുകയാണ്. അതുപോലെ തന്നെ സോപാന സംഗീതമാണെങ്കിൽ പോലും സോപാന സംഗീതത്തിൻ്റെ ഭക്തി കേട്ടുകൊണ്ട് മറ്റുള്ള ഭജൻസിലേക്ക് പോകുന്ന നന്ദഗോവിന്ദം പോലുള്ള ഭജൻസ് തന്നെ സോപാന സംഗീതത്തിലെ പല വരികളും അവരും തീർച്ചയായിട്ടും ആലപിക്കാൻ തുടങ്ങി. അത് സോപാന സംഗീതത്തെ കുറച്ചുകൂടെ ജനകീയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേൻ. ഇത് അമ്പലപ്പുഴയുള്ള മധുചേട്ടൻ എഴുതിയാണ് കൃതിയാണ്, പുതിയ കൃതികളാണിത്. ദേവതവ നാമാർച്ചനയാണാധാരമുലകിൽ ഏകായന മാനസമോടൻ ആരാധന ചെയ്യുക സതതം. ഇതൊക്കെ ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കുവാനും ഒരു ആനന്ദം, ഭക്തിയുടെ ആനന്ദത്തിലേക്ക് എത്തിക്കുവാനും ഈ ഒരു സ്പീഡ് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും സ്പീഡാണല്ലോ ഇന്നത്തെ എല്ലാത്തിനും ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ട്രഡീഷനിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ജനറേഷൻ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ആർട്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ കലകളിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ജനറേഷൻ ഇന്നുണ്ട്. അപ്പോൾ ഇതൊരു സോപാന സംഗീതം ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്? എന്താണ് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ചേഞ്ചസ് സ്പീഡായാലും എന്തായാലും അത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒരു ജനകീയ കല എന്ന് നമ്മളിപ്പോൾ വിശേഷിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ വഴി അനുഷ്ഠാന കലയാണ്. ഇത് ദേവൻ്റെ ചൈതന്യത്തിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗീതവുമാണ്.
അതിൻ്റെ ശുദ്ധി, അതിൻ്റെ പവിത്രത പുതിയ തലമുറ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് സമർപ്പിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ യാമങ്ങൾക്കനുസരിച്ച് പാടേണ്ട പൂജകൾക്കനുസരിച്ചും യാമങ്ങൾക്കനുസരിച്ചും പാടേണ്ട രാഗങ്ങൾ ചിട്ട ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താളങ്ങളിലുള്ള കൂറുകൾ, ഇടയ്ക്കയിൽ വായിക്കേണ്ട കൂറുകളും തീറുകളും നിഷ്കർഷിച്ചിട്ടുണ്ട്, ചിട്ട ചെയ്ത് വെച്ചേക്കുന്നത്. അത് പുതിയ തലമുറ പ്രാധാന്യത്തോടെ എടുക്കണം. കാരണം ഇത് നമ്മൾ ചെയ്തതല്ല. എന്താണ് ഈ ലോകത്തിൻ്റെ ഗുണം, എന്താണൊരു പൂജയ്ക്ക് വേണ്ട? ഇപ്പം നമ്മളിപ്പം രാവിലെ ദേശാക്ഷിരാഗം പാടുന്നു. മതികല മൂടി മേവീന, ആദ്യത്തെ ധ്യാനിയാണ്. എന്താ ഈ ദേശാക്ഷി പാടാൻ കാരണം? രാവിലെ 5 മണിക്കും 6:15 ദേശത്തിലേക്ക് മിഴി തുറക്കുകയാണ് ഭൂമി, സൂര്യൻ. ഭൂമിയിലേക്ക് സൂര്യൻ്റെ മിഴി തുറക്കുകയാണ്. ദേശത്തിലേക്ക് അക്ഷി പടരുന്നു. ആ ഉണരുന്ന സമയത്ത് ദേശാക്ഷിരാഗം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കണം. അതിനുശേഷം ഭൂപാളം ഉപയോഗിക്കണം. അരുണാദിവാകരൻ ഉദയം ചെയ്തു, അങ്ങനൊരു ഭൂപാളം. ഈ ഭൂവിനെ പാലിക്കാൻ ദേവാ നീ ഉണർന്നാലും, ദേവി നീ ഉണർന്നാലും. അങ്ങനെ യാമങ്ങൾക്കനുസരിച്ച് ഈ രാഗങ്ങളെ പ്രയോഗിക്കാൻ ഈ ഒരു സംഗീതകലയ്ക്ക് നിയമമുണ്ട്. അത് പുതിയ തലമുറ വളരെ ശ്രദ്ധയോടെ, നമുക്കിഷ്ടപ്പെട്ടതല്ല പാടേണ്ടത്, ദേവന് ചിട്ട ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ അത് പാടുവാൻ പുതിയ തലമുറ ശ്രദ്ധിച്ചാൽ ഈ സംഗീതം വളരെ നല്ല ഉപാസനയോടെ കൊണ്ടു കിടക്കാവുന്ന ഒരു വലിയ സംഗീതം. അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഞങ്ങൾ പ്രവാസികൾ ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ ഒരുപാട് നൊസ്റ്റാൾജിക്കും ഈ കലകളോടൊക്കെ, പ്രത്യേകിച്ചും സോപാനം പോലെയുള്ള ബഹ്റിനിലെ സോപാനം എല്ലാ വർഷവും നടത്തി വരുന്ന ഈ സംഗമത്തിലൊക്കെ ഈ കലകളെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെ ഡിഫറെൻ്റ് ആണ്. നാട്ടിലും ഇവിടെയും പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് പ്രവാസ ലോകത്ത്? ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു പ്രത്യേകത വെച്ചാൽ, ഇപ്പം നാട്ടിലുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പുതിയ കീർത്തനങ്ങളോടൊക്കെയായിരിക്കും. കൂടുതൽ അവർ പുതിയ കീർത്തനങ്ങൾ പഠിക്കണം എന്നുള്ള താല്പര്യം കാണിച്ചു വരുന്ന എൻ്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്, ശിഷ്യകളൊക്കെ ഉണ്ട്. പക്ഷേ ബഹ്റിൻ സോപാനം അതിനൊക്കെ വ്യത്യസ്തമാണ്. എന്താണ് ചിട്ട, എന്താണ് ആചാരം, എന്താണ് അനുഷ്ഠാനം, അതിന് വേണ്ടത് എന്താണെന്ന് ആശാൻ പഠിപ്പിക്കണം. അത് പഠിക്കാൻ മാത്രമല്ല, അവർ ഡെഡിക്കേഷൻ, മനസ്സ് നിറഞ്ഞ് ആ ഓരോ ധ്യാനികളും അതിന് നിഷ്കർഷിച്ച കോറുകളും അതിൻ്റെ കൊട്ടിവയ്പ്പുകളും അതുപോലെ തന്നെ സമ്പ്രദായ കൃതികളും, അത് തെക്കൻ ശൈലിയും മധ്യ തിരുവിതാംകൂർ ശൈലിയും വടക്കേ മലബാർ ശൈലിയിലുള്ള കൃതികളും അഷ്ടപതിയും, അതുകൂടാതെ പുതിയ കീർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ പ്രവാസ ലോകത്ത് കാണാൻ സാധിക്കുന്നു. കാരണം തെറ്റിദ്ധാരണകൾ ആദ്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പ്രവാസിലേക്ക് വന്നാൽ അവർക്കിതൊന്നും ഇവർക്ക് ദഹിക്കില്ല, ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് എന്നെനിക്ക് തോന്നി. കാരണം വളരെ പ്രാധാന്യം സംഗീതത്തിന് മാത്രമല്ല ഓരോ ആചാരങ്ങൾക്കും അവർ നൽകുന്നുണ്ട്. ഓരോ വർഷവും, ഒരു വർഷം 10 പേരാണെങ്കിൽ പിറ്റേ വർഷം 21 പേരായി, 21 41 അത് 70 കൂടി വരുന്നതല്ലാണ്ട് കുറയുന്നതേയില്ല. അത് സംഗീതത്തോടുള്ള ബഹുമാനമാണ്. അവരുടെ ജീവിതത്തിൽ ഈ സംഗീതത്തെ അർപ്പണ മനോഭാവത്തോടു കൂടി സമർപ്പിക്കാനുള്ള ഒരു മനസ്സിനെയാണ്. ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു പേരാണ് സന്തോഷ് സോപാനം. തീർച്ചയായിട്ടും സോപാനം ഇനിയും ഇങ്ങനെ തന്നെ അനേകം കലാകാരന്മാരെ ബഹ്റിനിലേക്ക് കൊണ്ടുവരട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തരട്ടെ. അവസാനമായിട്ട് എല്ലാം പാടി രണ്ടുപേരും അഷ്ടപതിയും കൂടെ പാടി നമുക്ക് നിർത്താം. സന്തോഷിൻ്റെ കാര്യം പറയുമ്പോൾ സന്തോഷിന് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം വെച്ചാൽ, ഒരുപാട് ശിഷ്യന്മാരൊന്നും ഈ കലാരംഗത്ത് വേണ്ട. സന്തോഷിനെ പോലുള്ള ഒരു ശിഷ്യനുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം അത്ര ഡെഡിക്കേഷൻ, ഒരു കലയോട് സമർപ്പിക്കുന്ന ഒരു മനുഷ്യജന്മത്ത് അദ്ദേഹം സമർപ്പിക്കുന്ന ആ ഒരു സമർപ്പണ മനോഭാവത്തെ നമിക്കാതെ വയ്യ. കാരണം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പോലും വന്ന് എന്നോട് പറഞ്ഞതും അത് തന്നെയാണ്. എനിക്ക് ഭാഷയെ ഏറ്റവും കൂടുതൽ വേണ്ടത് പഴയ സമ്പ്രദായങ്ങളാണ്. ധ്യാനികളും കീർത്തനങ്ങളും സമ്പ്രദായ വള്ളുവനാട് ശൈലിയിൽ അരിപ്പറമ്പ് ഗുരുനാഥരാണ്, അരിപ്പറമ്പ് ശിവരാമ പൊതുവാളാശൻ.
ആശാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള സമ്പ്രദായ കൃതികൾ, എൻ്റെ അച്ഛൻ അമ്പലപ്പുഴ പരമേശ്വരക്കുറുപ്പ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള നിരവധി കൃതികൾ, അഷ്ടപതി, ഇതെല്ലാം പഠിക്കണം എന്നുള്ള മനസ്സോടുകൂടി തന്നെ അത് എൻ്റെ ഒരു ഭാഗ്യം. സോപാന സംഗീതം അഷ്ടപതി ഒന്നാണെന്നൊരു ധാരണ എല്ലാവരിലും ഉണ്ട്. സോപാന സംഗീതം വേറെ, അഷ്ടപതി വേറെ. അഷ്ടപതി ഏതാണ്ട് 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 12ൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വന്ന ഒരു സ്തുതിയാണ്. അത് കേരളത്തിൽ എത്തുന്ന തന്നെ 16-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതിനുശേഷമാണ് കേരളീയ സോപാനത്തേക്ക് ഇത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഭക്തിക്ക് പ്രാധാന്യം ഏറി നിൽക്കുന്ന കാവ്യമാണ് അഷ്ടപതി. എവിടെ അഷ്ടപതി പാടുന്നു അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ടെന്നതിൻ്റെ ഫലശ്രുതിയിൽ തന്നെ പറയുന്നു. പിന്നെ സംസ്കൃതം ദേവഭാഷയാണ്, അതും ഒരു ഭാഗ്യമാണ്. ശുദ്ധ മലയാളത്തിലാണ് സോപാന സംഗീതത്തിൻ്റെ കൂടുതലും. 8-ാം നൂറ്റാണ്ടിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയിലൂടെ ഈ നൃത്തവാദ്യഗീതമാകുന്ന സേവകൾ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ലിഖിതമായിട്ടുള്ള പഴയ കണ്ടെത്തുകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അഷ്ടപതിയുടെ തീർച്ചയായും പ്രളയപയോധി ജലേ ധൃതവാനസി വേദം വിഹിതവഹീത്ര ചരിത്രമഖേദം കേശവാദൃത മീനശരീരാ ജയ ജഗദീശ ഹരേ ഗോപാല കൃഷ്ണ ജയ ജഗദീശ ഹരേ. നന്ദി, വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ. മറ്റൊരതിഥിയുമായി വീണ്ടും കാണാം.